ചെറുപുഴ കാക്കയാഞ്ചാൽ വളവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ 11 പേർക്കാണ് പരിക്കേറ്റത്. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ഇടിച്ച് കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. പയ്യന്നൂരിൽ നിന്നും സ്പുളിങ്ങോത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് കാക്കയാഞ്ചാൽ സെന്റ് മേരീസ് ഫൊറോന പള്ളിക്ക് മുന്നിൽ അപകടത്തിൽപ്പെട്ടത്. വേഗത്തിൽ വന്ന ബസ് റോഡിന്റെ വലതുവശത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ഇടത്തേക്ക് വെട്ടിച്ചപ്പോൾ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. പിന്നീട് വൈദ്യുതി തൂണുകൾ ഇടിച്ചു തകർത്ത് റോഡിന്റെ ഇടതുവശത്തെ വനിതാ ഹോട്ടലിന്റെ ഷീറ്റുകൾ തകർത്ത് രവീന്ദ്ര അപ്ഹോൾസ്റ്ററി ആൻഡ് ഇന്റീരിയർ എന്ന സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഹോട്ടലിന്റെ സമീപത്ത് വരാന്തയിൽ നിൽക്കുകയായിരുന്ന കാക്കയാഞ്ചാൽ സ്വദേശി കൂട്ടമാക്കൽ ജോഷി, റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ ചെറുപുഴ സ്വദേശി പറഞ്ഞിക്കാട്ട് PK രഞ്ജിത്ത്, ചെറുപുഴ SR സദനിലെ സാവിയോ ബി ആന്റണി, ലിയോണ ബി ആന്റണി, പാലക്കുടിയിൽ സാനിയ ജിമ്മി, സ്കൂട്ടറിലെ യാത്രക്കാരായ ഫൈസൽ, നഫീസത്ത്, ഹാദിയ, മുഹമ്മദ്, ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന കുഞ്ഞിമംഗലം സ്വദേശിയായ മൊയ്യീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സകൾ നൽകി. കൂട്ടമാക്കൽ ജോഷി, സാനിയ ജിമ്മി, മൊയ്യീൻ എന്നിവരെ വിദഗ്ധ ചികിത്സയ്ക്കായി പയ്യന്നൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലെ ആശുപത്രിയിലേക്ക് മാറ്റി. നിരവധി അപകടങ്ങൾ നടന്നിട്ടുള്ള ഇവിടെ വാഹനങ്ങളുടെ അമിതവേഗവും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അല്പം കൂടി ബസ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ KSEBയുടെ ട്രാൻസ്ഫോമറിലിടിച്ച് വൻ അപകടമുണ്ടാകുമായിരുന്നു. ഞായറാഴ്ച ആയതിനാൽ വനിതാ ഹോട്ടലും രവീന്ദ്ര അപ്ഹോൾസ്റ്ററി ആൻഡ് ഇന്റീരിയർ എന്ന സ്ഥാപനവും അവധിയായിരുന്നു. പ്രവൃത്തി ദിവസമായിരുന്നുവെങ്കിൽ ഈ ഭാഗത്ത് നിരവധി ആളുകൾ ഉണ്ടാകേണ്ടതാണ്. ചെറുപുഴ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സൺഡേ സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾ റോഡ് മുറിച്ചു കടക്കുന്ന സമയവുമായിരുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അപകടസ്ഥലം സന്ദർശിച്ചു.